ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീകരവൽക്കരിച്ച, എന്നിട്ട് അപരവൽക്കരിച്ച, മുസ്ലിം സംഘടനകളെ ഭീകരവൽക്കരിച്ച, വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനത്തിനു കൂടി ലഭിച്ച പ്രകരമാണ് പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ പാരമ്പര്യമാണ്. പക്ഷേ കുറച്ചു കാലമായി ഇടതുപക്ഷം കളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അപകടകരമായ രാഷ്ട്രീയമാണ്. വർഗീയ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ്. അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളീയ സമൂഹത്തിനകത്ത് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇലക്ഷൻ തുടങ്ങിയ അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നറേറ്റീവുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു. ഒന്നാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-മായി ബന്ധപ്പെട്ട ഇലക്ഷനിൽ കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഏതോ അർത്ഥത്തിൽ അദ്ദേഹം പാർട്ടി മാറുന്നുണ്ട്. സന്ദീപ് വാര്യർ പാർട്ടി മാറുന്നു എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമേ അല്ല. പാലക്കാട് ഇലക്ഷനിൽ BJP പരാജയപ്പെടുക എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ കൂടെ നിൽക്കണമെന്ന് CPM ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. അഥവാ ക്രിസ്റ്റൽ ക്ലിയറൻസ് ഉള്ള ഒരു കോംറേഡ് എന്ന സ്വഭാവത്തിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഏതോ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ചോയ്സ് എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിനാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ അത് വന്നപ്പോൾ സന്ദീപ് വാര്യർ പാർട്ടി മാറിയപ്പോൾ അദ്ദേഹം എന്നിട്ട് പാണക്കാട് എത്തിയപ്പോൾ അതും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇട്ടിട്ടാണ്. അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാൻ. വോട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാൻ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് പരാജയപ്പെട്ട ഘട്ടത്തിലും അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാൻ. നമ്മുടെ ഗോവിന്ദൻ മാഷ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകത്ത്, ഒരു 3 മാസത്തിനകത്ത് നമ്മുടെ ഗോവിന്ദൻ മാഷ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളെടുത്ത് പരിശോധിക്കണം. ആ ഗോവിന്ദൻ മാഷ് 3 മാസത്തിനകത്ത് നടത്തിയ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു ഘട്ടത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമി എത്ര തവണ പറഞ്ഞുവെന്നോ RSSനെ എത്ര തവണ പറഞ്ഞുവെന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് RSSനേക്കാൾ ജമാഅത്തെ ഇസ്ലാമിയെ പ്രശ്നവൽക്കരിക്കേണ്ടി വന്ന സാഹചര്യം എന്താ എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാൻ ശ്രദ്ധിച്ചോ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ UDF-ന്റെ കൂടെ നിന്ന് BJP-ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. UDF-ന്റെ കൂടെ നിന്ന് BJP-ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചു എന്നതിന് എന്തിനാണ് ഗോവിന്ദൻ മാഷ് അസ്വസ്ഥപ്പെടുന്നത്? BJP-ക്കെതിരെ പ്രവർത്തിക്കുന്നതിന് എന്തിനാണ് CPM അസ്വസ്ഥപ്പെടുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അടിസ്ഥാന പ്രശ്നം അതല്ല. കേരളത്തിൽ കുറച്ചു കാലമായി സ്വീകരിച്ചു വരുന്ന ഈ രാഷ്ട്രീയ ധ്രുവീകരണം എന്ന് പറയുന്നത് അപകടകരമായ ഇസ്ലാമോഫോബിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കുന്ന അപകടകരമായ സമീപനമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി ഈ അർത്ഥത്തിൽ ഭീകര പ്രസ്ഥാനമായത് എന്ന് മലയാളികളോട് ഒരുപക്ഷെ ഇനി CPM വിശദീകരിക്കേണ്ടതില്ല. അത് മലയാളികൾക്ക് പച്ചയായിട്ട് അറിയാം. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന്റെ പിൻബലത്തിൽ ജയിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി RSSനോട് സമീപിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി RSSനേക്കാൾ പരാമർശ വിധേയമാക്കുന്നത് ഒരൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവട്ടെ ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനമാണ് എങ്കിൽ എന്റെ ചോദ്യം, എന്ന് മുതലാണ് ഭീകര പ്രസ്ഥാനമായത്? 2004-ലാണോ, 2006-ലാണോ, 2009-ലാണോ, 2011-ലാണോ, 2015-ലാണോ? ഈ കാലഘട്ടത്തിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുമായി ജെന്റിൽമാൻ എഗ്രിമെന്റ് ഒപ്പുവെച്ച് ചർച്ച നടത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM ആർജിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? കഴിഞ്ഞ 2024-ലെ പാർലമെന്റ് ഇലക്ഷൻ നടന്നല്ലോ. കഴിഞ്ഞ 2024-ലെ പാർലമെന്റ് ഇലക്ഷനിൽ തമിഴ്നാട്ടിലെ വിജയിച്ച 2 മണ്ഡലത്തിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ വിജയിച്ച മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ ഹിന്ദികൾ, അതുപോലെ തന്നെ മധുര, അതേപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കർ, ഈ 3 വിജയിച്ച മണ്ഡലത്തിലും CPIM-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്
ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 2024 ശേഷമാണോ ജമാഅത്തെ ഇസ്ലാമിയിലെ തീവ്രവാദ എലമെന്റ് കാണുന്നത്? ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോകാൻ പാടില്ല. മലയാളക്കര മാറിയിട്ടില്ല. മലയാളക്കര മുനമ്പത്തിന്റെ പിറകിലോ മലയാളക്കര മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ശിഥിലീകരണ പ്രവണതകളുടെ പിറകിലോ അല്ല. മലയാളക്കര പ്രബുദ്ധമാണ് എന്ന് വളരെ കൃത്യമായി വിളംബരം ചെയ്ത ഇലക്ഷൻ റിസൾട്ടാണ് പാലക്കാട് നടന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ ഒരാൾക്ക് തന്നെ രക്ഷപ്പെടുത്തേണ്ടി വന്നേക്കാം, അതുപോലെ തന്നെ തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടി വന്നേക്കാം, ഒരു പക്ഷേ അതിന് സ്വന്തം പാർട്ടിയെ തന്നെ ബലി കൊടുക്കേണ്ടി വന്നേക്കാം, അത്രയും ആകാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ നെഞ്ചത്ത് കയറാനോ ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള സംഘടനകളെ ഭീകരവൽക്കരിക്കുവാനോ എന്നിട്ട് ഇസ്ലാമോഫോബിയയുടെ ബലത്തിൽ അവർ അപരവൽക്കരിക്കുവാനുമാണ് അവർ ശ്രമിക്കുന്നത് എങ്കിൽ ആ പഴയ കമ്മ്യൂണിറ്റി അല്ല ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്ന അവസാനത്തെ പത്രപരസ്യത്തിന് ലഭിച്ചിരിക്കുന്ന പ്രതികരണത്തിൽ നിന്നെങ്കിലും CPM മനസ്സിലാക്കാൻ സന്നദ്ധമാകണം. ഞാൻ ഇത്ര പറയാൻ ആഗ്രഹിച്ചതല്ല. നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്ക്. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയമായ പോരാട്ടം നടക്കുന്ന ഒരു ജനാധിപത്യ ഗോതയിൽ ഒരു മതസംഘടനയെ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ, ഏത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ നീണ്ട പതിറ്റാണ്ട് കാലം തങ്ങൾ പിന്തുണ സ്വീകരിച്ച ഒരു പ്രസ്ഥാനത്തെ അത്യന്തം ഭീകരമായി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുക ഈ ഇരട്ടത്താപ്പിൽ നിന്ന് ഭരിക്കുന്ന ഒരു കക്ഷി പിൻവാങ്ങണം. കേരളം പോലുള്ള സുന്ദരമായ ഒരു സംസ്ഥാനത്തെ ഈ ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വിട്ടുകൊടുക്കുന്ന സമീപനത്തിൽ നിന്ന് അവർ പിൻവാങ്ങണം.